ഹലോ ഗേയ്സ്, അപ്പോൾ ഇന്നതേ നമുക്ക് കുറേ മാങ്ങ കിട്ടിയിരുന്നു കാറ്റത്ത് വീണിട്ട്. അപ്പോൾ ആ മാങ്ങയുടെ പൾപ്പൊക്കെ നമ്മൾ ശരിയാക്കി ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്ത് വെച്ചാൽ നമുക്ക് ജ്യൂസ് ആവശ്യത്തിന് എടുത്ത് അടിക്കാമല്ലോ. പിന്നെ നാളെ മാമ്പഴക്കറി വെക്കും വേണം കേട്ടോ. അപ്പോൾ കുറച്ച് മാങ്ങയൊക്കെ അതിന് മാറ്റി വെച്ചു. പിന്നെ ഇന്ന് നമ്മൾ സൺഡേ ആയതുകൊണ്ട് തക്കാളി ചോറും നമുക്ക് ചിക്കൻ പുരട്ടുവാണ്. കാറ്ററിംഗ് സ്റ്റൈലിലാണ് നമ്മൾ വെക്കുന്നത്. സിമ്പിളാണ് കേട്ടോ അത് വെക്കണത്. അതിൻ്റെ വീഡിയോ നമ്മൾ വേറെ ഇട്ടിട്ടുണ്ട്. അപ്പോഴേക്കും നമ്മുടെ പാൽച്ചേട്ടൻ വന്നു. പാലിൻ്റെ കാശൊക്കെ കൊടുത്ത് മഴയുടെ വിശേഷം പറഞ്ഞു വരുമ്പോഴേക്കും വാപ്പൂട്ടിയുടെയും മണിക്കുട്ടിൻ്റെയും നടക്കുന്ന നമ്മുടെ സൂറിമി സ്ഥാനം പിടിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ മണിക്കുട്ടിന് ഇപ്പോൾ വലിയ പേടിയൊന്നുമില്ല. അപ്പം നമ്മുടെ സോറമ്മയുണ്ട് ഈ മാങ്ങയിൽ കുറച്ച് കുരുമുളക് പൊടിയും ഉപ്പുപൊടിയൊക്കെ ഇട്ട് കൊണ്ടുവന്നിരുന്നു. വാളടിച്ച് തീർക്കുമ്പോഴേക്കും ഞാനും ഒരു 5-6 കഷ്ണം തട്ടിപ്പറിച്ച് മേടിച്ച് തിന്നു. അപ്പോൾ ആദ്യം നമ്മൾ ചിക്കപ്പരട്ട് സെറ്റാക്കി വെച്ചതിന് ശേഷമാണ് തക്കാളി ചോറ് വെച്ചത്. അപ്പോൾ ഇന്ന് സവിതക്കുട്ടി അപ്പോൾ അതിൻ്റെ ചിക്കൻ പെരട്ടിൻ്റെ വീഡിയോ നമ്മൾ സെപ്പറേറ്റ് വേറെ ഇടുന്നുണ്ട് കേട്ടോ. ഇതിൽ അധികം ലോങ് ആവണ്ടെന്ന് വിചാരിച്ചിട്ട്. പിന്നെ അതേ നമ്മൾ ദാദിമേനെ കുളിപ്പിച്ച് മണീനെ കുളിപ്പിച്ച് അതിന് ശേഷമാണ് നമ്മൾ തക്കാളി ചോറ് വെക്കുന്നത്. അപ്പം നമ്മൾ 2 വലിയ സബോള, 3 ഗ്ലാസ് അരിക്ക് 4 തക്കാളി, മല്ലിയില, പുതിനയില, ഒരു പകുതി ക്യാരറ്റ്, പിന്നെ ഏലക്കായ, പട്ട, വെളിയുള്ളി ലീഫ്, കുരുമുളക്, കരയാമ്പ്, തക്കോലം, ഇവയൊക്കെ ഓരോരുത്തരുടെ അരിയുടെ അളവനുസരിച്ച് എടുക്കുക കേട്ടോ. നമ്മൾ ചോപ്പറിൽ വെച്ചാണ് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളകൊക്കെ ഒരുമിച്ച് എടുത്ത് അങ്ങോട്ട് ചോപ്പ് ചെയ്ത് നമ്മൾ എടുത്തു കേട്ടോ. പിന്നെ സിമ്പിളായിട്ടാണ് ഈ തവണ ഞാൻ വെച്ചിരിക്കുന്നത്. പച്ചരി വെച്ചാണ് നമ്മൾ വെച്ചത്. അപ്പോൾ ഞാൻ അതേ പാൻ ചൂടാക്കി കുറച്ച് സൺഫ്ലവറിലെയും കുറച്ച് നറുനെയ്യും ഒഴിച്ചാണ് വെച്ചത്. അപ്പോൾ പച്ചരി ചോറ് നമ്മൾ നേരത്തെ വേവിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ എനിക്കിന്നൊരു ചെറിയൊരു പണി കിട്ടി. പച്ചരിക്ക് ഇത്തിരി വേവ് കൂടി എന്തോ ഒരു ഇത് വന്നപ്പോൾ ഞാൻ അത്തയുടെ ഫോൺ വന്നപ്പോൾ ഓടിപ്പോയതാണ്. കറക്റ്റ് ഉടയാണ്ട് നമ്മൾ എടുക്കണമായിരുന്നു, കുറച്ച് ഉടഞ്ഞു പോയി. അപ്പോൾ അതേ പാൻ ചൂടായി നമ്മൾ നറുനെയ്യ് ഇതൊക്കെ ചൂടാകുമ്പോഴേക്കും നമ്മൾ ആ മസാലയൊക്കെ ഇട്ട് കൊടുത്തു. അതൊന്ന് ഫ്രൈ ആയി വരുമ്പോഴേക്കും നമ്മൾ ഇഞ്ചി, പച്ചമുളക് പേസ്റ്റ്, കുരുമുളക് ഇതെല്ലാം കൂടി ഇട്ട് കൊടുത്ത് അത് വഴണ്ട് വന്ന് ശരിയാവുമ്പോഴേക്കും നമ്മൾ എന്താ പറയുക, ഞാൻ ആദ്യമായിട്ട് തക്കാളി ചോറ് കഴിക്കുന്നത് തമിഴ്നാടായിരുന്നു. ഞങ്ങൾ കുറേ നാൾ കേട്ടോ അവിടെ വെച്ചിട്ടാണ് ആദ്യമായിട്ട് നമ്മൾ തക്കാളി സാദം കഴിക്കുന്നത്. ഭയങ്കര ടേസ്റ്റായിരുന്നു കേട്ടോ. അപ്പോൾ ആ ടേസ്റ്റൊന്നും ഇതിൽ ഈ തവണ ഞാൻ വെച്ചപ്പോൾ എനിക്ക് കിട്ടിയിട്ടില്ല. ഇന്ന് ഇത്തിരി എന്താ പറയുക ടേസ്റ്റ് കുറവായിരുന്നു. പിന്നെ ഇതേ തക്കാളി നമ്മൾ ഇന്ന് അരച്ചാണ് ഞാൻ ഇട്ടത്. പിന്നെ മഞ്ഞൾപ്പൊടിയും കുറച്ച് കാശ്മീരി ചില്ലിയും ചേർക്കുന്നുണ്ട് എരിവിന് വേണ്ടിയിട്ട്. പിന്നെ പാകത്തിന് നമ്മൾ ഓരോരുത്തരുടെ അളവനുസരിച്ചുള്ള ഉപ്പിടുക. അപ്പോൾ ഇത് നല്ല വെന്ത് പച്ചമണമൊക്കെ മാറി വരുമ്പോൾ നമ്മളിതേ വേവിച്ച് വെച്ച ചോറ് അതിലേക്ക് ഇട്ട് നമ്മൾ പതുക്കെ ഉടയാണ്ട് ഇളക്കി കൊടുക്കുക. പിന്നെ അതിന് ശേഷം നമ്മൾ എങ്ങനെ ക്യാരറ്റും മല്ലിയിലയും പുതിനയിലൊക്കെ ഇട്ട് നമ്മൾ വാങ്ങി വെച്ച് ദമ്മിലിട്ട് മൂടി വയ്ക്കുക. അങ്ങനെ നമ്മുടെ മാളൂട്ടിക്ക് ഒരു ഉരുള സാമ്പിൾ നോക്കാൻ കൊടുത്തപ്പോൾ മാളൂട്ടിക്ക് നല്ല ഇഷ്ടമായി എന്ന് പറഞ്ഞു. കുഴപ്പമൊന്നുമില്ല, ഇത്തിരി ഉപ്പ് കുറവുണ്ടായിരുന്നു എന്ന് പറഞ്ഞു കേട്ടോ. പിന്നെ അപ്പോഴേക്കും നമ്മുടെ സബിതക്കുട്ടി വന്നിട്ടുണ്ടായിരുന്നു. സബിതയ്ക്ക് ഇന്ന് അഴകത്ത് അമ്പലത്തിൽ പൊങ്കാലയായിരുന്നു. ഇന്നലെ ചക്ക കൊണ്ടുപോകാൻ മറന്നു. അപ്പോൾ ആളിതേ പൊങ്കാലയുടെ കുറച്ച് ഇതും ഞങ്ങൾക്ക് ഇപ്പം പൊങ്കലും തന്ന് ആൾ ടാറ്റാ ബൈ ബൈ പറഞ്ഞു പോയി. അപ്പോൾ ഇത് ചെക്കൻ പെരട്ട് തിന്നിട്ട് രണ്ടാളും ടേസ്റ്റ് നോക്കണ രംഗമാണ് കേട്ടോ, ചൂട്ടോടെ തിന്നിട്ട് ചേട്ടനും മനീനും. അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഓക്കെ, സപ്പോർട്ട് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ടാറ്റാ ബൈ ബൈ.